നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നാട്യശാസ്ത്രത്തിൻ്റെ രണ്ടാമത്തെ അധ്യായമാണ് പഠിക്കുന്നത്. ഒന്നാമത്തെ അധ്യായം നമ്മൾ നേരത്തെ ഒറ്റ വീഡിയോ ആക്കിയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു, ഒരു ലോങ് വീഡിയോ. കാണാത്തവർ കാണാം. ഈ രണ്ടാമത്തെ അധ്യായം പ്രധാനമായും നാട്യ മണ്ഡപ നിർമ്മാണത്തെക്കുറിച്ചിട്ടാണ് പറയുന്നത്. അതായത് രംഗം നിർമ്മിക്കുക. ഭരതമുനി നാടക അവതരണത്തിന് അല്ലെങ്കിൽ നൃത്തത്തിൻ്റെ അവതരണത്തിന് പ്രത്യേകമായിട്ട് ഒരു മണ്ഡപം വേണം എന്ന് പറയുന്നു. അത് ശാസ്ത്രീയമായ അളവുകളോടെ നിർമ്മിക്കണം. ചതുരത്തിലോ സമചതുരത്തിലോ ആണ് പറഞ്ഞിരിക്കുന്നത്. ഈ മണ്ഡപം തന്നെ 3 തരത്തിലുണ്ട്. ഒന്ന് വലുത്, മറ്റേത് ഇടത്തരം, പിന്നെ ഒന്ന് ചെറുത്. ഇപ്പോൾ വേദിയായാലും ബാക്ക് സ്റ്റേജ് ആയാലും അതേപോലെ കാണികളിരിക്കുന്ന സ്ഥലം എന്നിവ വ്യക്തമായിട്ട് വേർതിരിക്കണമെന്ന് പറയുന്നു. അതേപോലെ തന്നെ ശബ്ദവും ദൃശ്യവും വ്യക്തമായി ഓഡിയൻസിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള പ്രത്യേക മാർഗനിർദ്ദേശങ്ങളും നാട്യശാസ്ത്രത്തിനടുത്ത് ഭരതമുനി കൊടുത്തിട്ടുണ്ട്. മണ്ഡപ നിർമ്മാണത്തിന് മുമ്പ് പൂജയും ശുദ്ധീകരണവും നിർബന്ധമാണെന്ന് അദ്ദേഹം പറയുന്നു. എന്നാൽ അസുരന്മാരുടെ ഒരു ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടായിരുന്നു തടസ്സപ്പെടുത്താൻ വേണ്ടിയിട്ട്. അത് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് രംഗപൂജ നമ്മൾ ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഇതൊരു പവിത്രമായ സ്ഥാനമായിട്ടാണ് കണക്കാക്കുന്നത്. ചാപ്റ്റർ 2 എന്ന് പറയുന്നത് സാങ്കേതികമായിട്ടുള്ള അടിസ്ഥാനവും ദൈവികമായിട്ടുള്ള പ്രാധാന്യവുമാണ് പഠിപ്പിക്കുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ്. മെയിൻ പോയിൻറ്റ്സൊക്കെ ഞാൻ സെക്കൻഡ് ചാപ്റ്ററിൻ്റെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഈ നാട്യശാസ്ത്രം പരിചയമില്ലാത്തവർക്ക് ആ ഗ്രന്ഥത്തിൻ്റെ മൂല്യം ഒട്ടും കുറയാതെ തന്നെ മെയിൻ പോയിൻറ്റ്സൊക്കെ വെച്ചിട്ടാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു പോകുന്നത് കേട്ടോ. എല്ലാവർക്കും ഇത് ഉപകാരപ്രദമായിട്ട് മാറട്ടെ. അല്ലാത്ത ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നമ്മൾ ഷോർട്ട് വീഡിയോസായിട്ട് ഇടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാവരും ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പഠിക്കുന്നവർക്കും പഠിക്കാൻ താല്പര്യമുള്ളവർക്കും ഒക്കെ ഇതൊരു ഉപകാരത്തിലേക്ക് എത്തട്ടെ എന്ന് വിചാരിക്കുന്നു. നന്ദി.